അമേരിക്കയിലെ പ്ലാനോ സിറ്റി കൗൺസിൽ ഹാളിലേക്ക് ഒരു വിചിത്ര ജീവി കടന്നു വരുന്നു. കണ്ടാൽ ഇന്ത്യക്കാരനാണെന്ന് തോന്നും, പക്ഷെ വേഷം കെട്ടലും അഭിനയമൊക്കെ കണ്ടാൽ പ്രശസ്തനാകാൻ വെമ്പുന്ന ഏതോ മൂന്നാംകിട അമേരിക്കൻ നടനാണെന്ന് മനസ്സിലാവും. വായ തുറന്നപ്പോഴാണ് സകലർക്കും മനസ്സിലായത് ഇത് വെറും നടനല്ല, വിവരക്കേട് മുഖമുദ്രയാക്കിയ അസലൊരു കോമാളിയാണെന്ന്. അലക്സ് സ്റ്റെയിൻ എന്ന ഈ അമേരിക്കൻ യൂട്യൂബർക്ക് പറ്റിയ ഏറ്റവും വലിയ അബദ്ധവും അത് തന്നെയായിരുന്നു. ചൊറിയാൻ വന്നത് ഇന്ത്യക്കാരെയും തൊട്ടുകളിച്ചത് സനാതന ധർമ്മത്തെയുമാണ്. സംഭവം നടന്നത് ടെക്സാസിലെ പ്ലാനോ സിറ്റി കൗൺസിൽ യോഗത്തിലാണ്. സ്വയം ഒരു കൊമേഡിയനാണെന്ന് അവകാശപ്പെടുന്ന അലക്സ് സ്റ്റെയിൻ എന്ന ഈ വ്യക്തി ഇന്ത്യക്കാരുടെ വേഷം കെട്ടിവന്ന് നടത്തിയ പ്രകടനം കണ്ടാൽ രണ്ടെണ്ണം കൊടുക്കാൻ ഏതൊരു ഇന്ത്യക്കാരനും കൈതരിക്കും. ഇയാൾ അവിടെ വന്ന് വിളിച്ചു പറഞ്ഞത് മുഴുവൻ ഹിന്ദു വിശ്വാസങ്ങളെയും പരിഹസിക്കുന്ന കാര്യങ്ങളാണ്. അതായത് ഗോമൂത്രം, ചാണകം, പശു ആരാധന എന്നൊക്കെ പറഞ്ഞ് ഇയാൾ നടത്തിയ ആ വെറും ചീപ്പ് ഷോയ്ക്ക് മുന്നിൽ അന്തസ്സുള്ള ഇന്ത്യക്കാർക്ക് ചെയ്യാൻ കഴിയുന്ന ഒരേ ഒരു കാര്യമേ ഉണ്ടായിരുന്നുള്ളൂ. അവർ ഇവൻ്റെ ഷോ അങ്ങ് ബഹിഷ്കരിച്ചു. ആ വേദിയിൽ നിന്ന് എഴുന്നേറ്റ് പോയി. ഇവൻ്റെ മുമ്പിലൂടെ തന്നെ ഇന്ത്യൻ വംശജനായ കാഷ് പട്ടേലിനെ FBI ഡയറക്ടറായി ട്രംപ് നിയമിക്കാൻ പോകുന്നു എന്ന വാർത്തയാണ് ഇയാളെ എത്രയധികം അസ്വസ്ഥനാക്കിയത്. അതിനുള്ള ദേഷ്യം തീർക്കാൻ ഇയാൾ തിരഞ്ഞെടുത്തത് കാഷ് പട്ടേലിൻ്റെ സംസ്കാരത്തെയും വിശ്വാസത്തെയും അപമാനിക്കുക എന്ന തരം താഴ്ന്ന വഴിയാണ്. പശു എൻ്റെ അമ്മയാണ്, പാൽ അമൃതാണ്, ചാണകം സ്വർണ്ണമാണ് എന്നൊക്കെ ഇയാൾ പരിഹാസ രൂപേണ പറയുമ്പോൾ അത് കേട്ടിരിക്കുന്നവർക്ക് മനസ്സിലാകുന്നത് ഇയാളുടെ തലയ്ക്കകത്ത് കാര്യമായ എന്തോ കുഴപ്പമുണ്ടെന്നാണ്. അതല്ലാതെ മറ്റൊന്നും ചിന്തിക്കാൻ കഴിയില്ല. ബോധമുള്ളവരുടെ കാര്യമാണ് പറയുന്നത്. ഈ അലക്സ് സ്റ്റെയിൻ എന്ന് പറയുന്നവൻ ആരാണെന്ന് നോക്കാം. അതായത് എങ്ങനെയെങ്കിലും 4 പേർ അറിയാൻ വേണ്ടി എന്തും കാട്ടിക്കൂട്ടുന്ന ഒരു സോഷ്യൽ മീഡിയ കോമാളി എന്ന് വേണമെങ്കിൽ പറയാം. പ്രൈം ടൈം വിത്ത് അലക്സ് സ്റ്റെയിൻ എന്ന പേരിൽ ഒരു പരിപാടി നടത്തുന്ന ഇയാൾക്ക് ശ്രദ്ധ പിടിച്ചു പറ്റാൻ ഇത്തവണ കിട്ടിയ ഇര ഹിന്ദു സംസ്കാരമാണ്. ഇയാൾ ഇന്ത്യൻ വേഷം ധരിച്ചെത്തി സ്വയം ഒരു ഇന്ത്യക്കാരനായി അഭിനയിച്ച് എൻ്റെ അയൽപ്പക്കത്തെ മുസ്ലിം സഹോദരങ്ങൾ എന്നെ ഗോമൂത്രം കുടിക്കുന്നതിൽ നിന്ന് തടയുന്നു എന്നൊക്കെ തട്ടിവിടുന്നത് കേട്ടാൽ ചിരിക്കാനല്ല, ഇയാളുടെ ഈ വകതിരിവില്ലായ്മയുടെ സഹതാപമാണ് തോന്നുക. പാശ്ചാത്യ സംസ്കാരത്തിൽ ബഹുമാനിക്കപ്പെടാത്ത എന്നാൽ ഇന്ത്യൻ സംസ്കാരത്തിൽ ആദരിക്കപ്പെടുന്ന കാര്യങ്ങളെ പരിഹസിച്ചാൽ താനൊരു വലിയ സംഭവമാണെന്ന് ആകുമെന്ന് ഇയാൾ തെറ്റിദ്ധരിച്ചിരിക്കുന്നു. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. അമേരിക്കയിൽ ഇപ്പോൾ ഇന്ത്യക്കാർക്കെതിരെ, പ്രത്യേകിച്ച് ഹിന്ദുക്കൾക്കെതിരെ ഒരു വിദ്വേഷം പുകയുന്നുണ്ട്. കുടിയേറ്റ നിയമങ്ങൾ കർശനമാക്കുന്നതിനിടയിലും ഇന്ത്യക്കാർ ഉന്നത സ്ഥാനങ്ങളിലേക്ക്, അതായത് കാഷ് പട്ടേലിനെ പോലുള്ളവർ എത്തുന്നത് കണ്ടു നിൽക്കാൻ കഴിയാത്ത അലക്സ് സ്റ്റെയിനെ പോലുള്ള അമേരിക്കൻ വർഗീയവാദികളുടെ ഉള്ളിലെ അസഹിഷ്ണുതയാണ് ഇവിടെ പുറത്തു വരുന്നത്. പ്രകൃതിയെയും മൃഗങ്ങളെയും ദൈവമായി കാണുന്ന, പശുവിനെ മാതാവായി കാണുന്ന ഭാരതീയ സംസ്കാരം മനസ്സിലാക്കാനുള്ള ത്രാണിയൊന്നും ഇത്തരം വിവരദോഷികൾക്കില്ല. ആയിരക്കണക്കിന് വർഷത്തെ പാരമ്പര്യമുള്ള ഒരു സംസ്കാരത്തെ, ഇന്നും ജീവിച്ചിരിക്കുന്ന ഒരു സംസ്കാരത്തെ വെറുമൊരു സ്കിറ്റ് കൊണ്ട് നാണം കെടുത്തി കളയാമെന്നങ്ങ് കരുതുന്ന ഇയാളുടെ ബുദ്ധിശൂന്യതയെ പറ്റി എന്ത് പറയാനാണ്? ഒന്നും പറയാനില്ല. പിന്നെ ഒരു ന്യൂസ് വാർത്ത അങ്ങ് ചെയ്യാമെന്ന് വിചാരിച്ചെന്നേ ഉള്ളൂ. അലക്സ് സ്റ്റെയിൻ, താങ്കളൊന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ്. കോമാളി വേഷം കെട്ടിവന്ന് ലോകത്തിലെ ഏറ്റവും പ്രാചീനമായ ഒരു സംസ്കാരത്തെ പരിഹസിക്കുമ്പോൾ താങ്കൾ വലുതാവുകയല്ല, മറിച്ച് സ്വന്തം നിലവാരമില്ലായ്മ ലോകത്തിന് മുന്നിൽ വിളിച്ചു പറയുകയാണ് ചെയ്യുന്നത്. പ്ലാനോ സിറ്റി കൗൺസിലിൽ നിന്ന് ഇറങ്ങിപ്പോയ ഇന്ത്യക്കാർ താങ്കൾക്ക് തന്നത് ഏറ്റവും വലിയ മറുപടിയാണ്. താങ്കളുടെ ഈ ചീപ്പ് കോമഡി കേട്ടിരിക്കാൻ അമേരിക്കക്കാരെ കിട്ടും, ഞങ്ങൾക്ക് സമയമില്ല എന്ന് മറുപടി. അത് കേട്ട് ചിരിക്കാൻ അമേരിക്കക്കാരുണ്ടല്ലോ. ഇന്ത്യയിൽ വളമായി ചാണകം ഉപയോഗിക്കുമ്പോൾ അമേരിക്കയിൽ വളമായി ഉപയോഗിക്കുന്നത് മനുഷ്യന്റെ അമേധ്യമാണെന്ന് കേട്ടിട്ടുണ്ട്. എന്തായാലും അതിൻ്റെ ഗുണമാണെന്ന് തോന്നുന്നു ഈ പറയുന്ന അലക്സ് സ്റ്റെയിൻ കാണിക്കുന്നത്. ലൈസോൾ ഇട്ട് കഴുകുമ്പോൾ എല്ലാ കീടാണുക്കളും ചാകുന്നുണ്ടല്ലോ, അപ്പോൾ എന്തുകൊണ്ട് നമുക്ക് ലൈസോൾ ശരീരത്തിൽ കുത്തിവെച്ചുകൊണ്ട് കൊറോണ വൈറസിനെ കൊന്നുകൂടാ എന്ന് ചോദിച്ച നിങ്ങളുടെ ഇപ്പോഴത്തെ പ്രസിഡന്റായ ഡൊണാൾഡ് ട്രംപാണ്. ട്രംപ് ഇത് പറഞ്ഞതിന് ശേഷം ലൈസോളിൻ്റെ കച്ചവടം കുത്തനെ കൂടുകയും ചെയ്തിരുന്നു എന്നത്, അമേരിക്കയിൽ കുത്തനെ കൂടുകയും ചെയ്തു എന്നത് വേറൊരു കാര്യം. അപ്പോൾ ആ നാട്ടിൽ നിന്നുള്ള ഒരുത്തനാണ് ഇന്ത്യയും ഹിന്ദുക്കളെയും പരിഹസിക്കാൻ ഇറങ്ങിയിരിക്കുന്നത്. അതിനെ ആ വില തന്ന് മാത്രമേ അതിനെ കാണുന്നുള്ളൂ. അതുകൊണ്ട് അർഹിച്ച അവഗണനയോടെ താങ്കളെ പുച്ഛിച്ചു തള്ളുന്നു. താങ്കൾ ട്രംപിന് മാവാട്ടുന്ന പണി തുടരുക. ന്യൂസ് ഡെസ്ക്, ന്യൂസിൻ്റെ മലയാളം.